അവരുടെ കല്യാണത്തിന് നിരവധി പേർ പങ്കെടുത്തു. ബസ് മറിഞ്ഞ് നിരവധി യാത്രക്കാർക്ക് പരിക്കുപറ്റി. അവൻ്റെ കയ്യിൽ അനവധി പുസ്തകങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും വായിക്കുമ്പോഴുമെല്ലാം ഈ നിരവധിയും അനവധിയുമൊക്കെ ഇങ്ങനെ ചുമ്മാ കയറി വരാറില്ലേ? സത്യം പറഞ്ഞാൽ ഭൂരിപക്ഷ സമയത്തും അസ്ഥാനത്താണ് നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. കാരണം നിരവധി അനവധി എന്നീ വാക്കുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ലോക്കൽ അർത്ഥമല്ല ഉള്ളത്. പിന്നെയോ എണ്ണിയെടുക്കാൻ പറ്റാത്തത്ര, അന്തവും കുന്തവും ഇല്ലാത്തത്ര, തീരാത്തത്ര എന്നൊക്കെയാണ് നിരവധിയുടെയും അനവധിയുടെയും യഥാർത്ഥ അർത്ഥങ്ങൾ. ഒരു ബസ്സിൽ പരമാവധി എത്ര പേർക്ക് കയറാനാവും? അത് നമുക്ക് കൃത്യമായി എളുപ്പത്തിൽ എണ്ണാമല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ ബസ് മറിഞ്ഞ് നിരവധി യാത്രക്കാർക്ക് പരിക്ക് പറ്റും? ഒരാളുടെ കൈവശമോ ഒരു ലൈബ്രറിയിലോ ഉള്ള പുസ്തകങ്ങൾ എന്തായാലും നമുക്ക് എണ്ണാനാവും. അതുകൊണ്ട് തന്നെ അത് അനവധിയോ നിരവധിയോ അല്ല. അവിടെ നമുക്ക് ധാരാളം പുസ്തകങ്ങൾ, ഒട്ടേറെ പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ എന്നൊക്കെ പറയാം. നിരവധിയും അനവധിയും ഉപയോഗിക്കുന്ന മിക്ക സന്ദർഭങ്ങളിലും അവയ്ക്ക് പകരമായി നമുക്ക് ഒട്ടേറെയോ ഒരുപാടോ ഒക്കെ ഉപയോഗിക്കാം. കുറേ അധികം എന്നാണ് അവയുടെ അർത്ഥം. അപ്പോൾ ഈ നിരവധി അനവധി എവിടെ ഉപയോഗിക്കും? പ്രപഞ്ചത്തിൽ നിരവധി ഗാലക്സികളുണ്ട്. ഗാലക്സികളും നക്ഷത്രങ്ങളും ഒന്നും നമുക്ക് പോയി എണ്ണാൻ പറ്റില്ലല്ലോ. ഇവിടെ നിരവധിക്ക് പകരം വേണമെങ്കിൽ അനവധി എന്നോ അസംഖ്യമെന്നോ എണ്ണമറ്റെന്നോ ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ സമുദ്രത്തിൽ അനവധി ജീവജാലങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുത്തിയിരുന്ന് എണ്ണിയെടുക്കാൻ പറ്റാത്തത്ര സംഭവങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ നിരവധിയും അനവധിയും ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം.